ഞാനൊരു രഹസ്യം പറയട്ടെ, അല്ലെങ്കിൽ ഒരു സത്യം പറയട്ടെ. നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ നശിച്ച് ജീവിക്കുമ്പോഴല്ല നമുക്ക് ശത്രുക്കളുണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവത്തിൽ നിന്നാണ് നീ പറയുന്നത്. നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ശത്രുക്കളുണ്ടാകുന്നത്. നന്നായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകുന്നതും. എങ്ങനെയാണ് അവരെ നന്നായി ജീവിക്കുന്നതിൽ നിന്നും അവരെ വീഴ്ത്തിക്കളയാമെന്നും ചിന്തിച്ച് പലവിധമായ പ്രവർത്തനങ്ങളെ ആൾക്കാർ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ നല്ലതായിട്ട് ജീവിക്കുമ്പോൾ. അത് നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ കൂടെ ആയാലും നമ്മുടെ സ്വന്തം വഴികളിൽ കൂടെ ആയാലും ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കായിട്ടുള്ള നമ്മുടെ പ്രവർത്തന രീതികൾ, മേഖലകൾ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴായിരിക്കും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ ആ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തുന്നത്. പക്ഷെങ്കിൽ എന്താ, ആ നല്ല ജീവിതത്തിലെത്തി അവർ ജീവിക്കുമ്പോൾ അവർക്ക് മൊത്തം ശത്രുക്കളാണ്. അപ്പോൾ അവർ എങ്ങനെ താഴ്ത്തണമെന്ന് ഓർത്തി പ്രവർത്തിക്കുന്നവർ ശത്രുക്കളുണ്ട്. അതേസമയം നമ്മളൊന്ന് നശിച്ച് ജീവിച്ചേ, ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഇതിലും നമ്മൾക്ക് കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ നമുക്ക് ഉടുക്കാനും ഒന്നുമില്ലാതെ നമ്മളൊന്ന് ജീവിച്ചേ. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ സ്നേഹം കൊണ്ട് സഹതാപം കൊണ്ട് പറയുന്നത്, പ്രവൃത്തിയിലല്ല പറച്ചിലിൽ മാത്രം സഹതാപവും കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് സന്തോഷമാണ് അങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് എന്താ പറഞ്ഞത്, നമ്മൾ നശിച്ച് ജീവിക്കുമ്പോഴല്ല ശത്രുക്കളുള്ളത്, നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ശത്രുക്കളുണ്ടാകുന്നത്. നന്നായിട്ട് ജീവിക്കാൻ തന്നെ ശ്രമിക്കാം, നന്നായിട്ട് തന്നെ ജീവിക്കുക. അനേകം ശത്രുക്കൾ ഉണ്ടായിക്കോട്ടെ, സാരമില്ല.